പണ്ടുള്ളവർ പറഞ്ഞു വെളിച്ചെണ്ണ ഹൃദയത്തിന് കേടാന്ന്. ഇപ്പോൾ ഇന്റർനെറ്റിൽ പറയുന്നു ഇതൊരു സൂപ്പർ ഫുഡാണെന്ന്. സത്യത്തിൽ ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? നമ്മുടെ എല്ലാം അടുക്കളയിലെ സ്ഥിരം സാന്നിധ്യമാണ് വെളിച്ചെണ്ണ. എന്നാൽ സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ തുടങ്ങിയ മറ്റ് എണ്ണകളിൽ നിന്ന് വെളിച്ചെണ്ണ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? മറ്റു മിക്ക എണ്ണകളിലും ലോങ് ചെയിൻ ട്രൈഗ്ലിസറൈഡുകൾ അടങ്ങിയിരിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ സവിശേഷമായ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകളാണ് ഉള്ളത്, പ്രത്യേകിച്ച് ഇതിലെ ലോറിക് ആസിഡ്. ഈ പ്രത്യേകത കാരണം വെളിച്ചെണ്ണ മറ്റു കൊഴുപ്പുകളെപ്പോലെ ശരീരത്തിൽ അടിയുന്നതിനു പകരം കരളിൽ നേരിട്ടെത്തി വേഗത്തിൽ ഊർജ്ജമായി മാറുന്നു. മറ്റ് അപൂരിത എണ്ണകളെ അപേക്ഷിച്ച് ഇത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമെങ്കിലും അതോടൊപ്പം നല്ല കൊളസ്ട്രോളായ HDL വർദ്ധിപ്പിക്കാനും വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. പണ്ടുകാലത്ത് മലയാളികൾ ധാരാളം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും അവർക്കിടയിൽ അമിതവണ്ണവും ഹൃദ്രോഗങ്ങളും വളരെ കുറവായിരുന്നു. ഇതിന് കാരണം അവരുടെ കഠിനാധ്വാനവും സജീവമായ ജീവിതശൈലിയുമായിരുന്നു. മത്സ്യവും പച്ചക്കറികളും നാളികേരവും സുഗന്ധവ്യഞ്ജനങ്ങളും അടങ്ങിയ പരമ്പരാഗത ഭക്ഷണക്രമത്തിനൊപ്പമാണ് അവർ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നത്. അവരുടെ ഈ കഠിനമായ ശാരീരിക അധ്വാനം വെളിച്ചെണ്ണയിലെ കൊഴുപ്പ് ശരീരത്തിൽ അടിയാതെ സംരക്ഷിച്ചു. എന്നാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയോ? നമ്മുടെ ശാരീരിക അധ്വാനം ഗണ്യമായി കുറയുകയും ജീവിതശൈലി പൂർണ്ണമായും ഒരു കസേരയിലോ മുറിയിലോ ഒതുങ്ങുകയും ചെയ്തു. ഇന്ന് മലയാളികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കും ഹൃദ്രോഗങ്ങൾക്കും പ്രധാന കാരണം വെളിച്ചെണ്ണയല്ല, മറിച്ച് വ്യായാമമില്ലായ്മയും അമിതമായ അന്നജത്തിന്റെ ഉപയോഗവുമാണ്. മറ്റെണ്ണകളെപ്പോലെ വെളിച്ചെണ്ണയിലും ഉയർന്ന കലോറി അടങ്ങിയിട്ടുണ്ട്. യാതൊരു വ്യായാമവുമില്ലാത്ത ഒരാൾ അമിതമായി വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അത് കലോറി വർദ്ധിപ്പിക്കാനും ശരീരഭാരം കൂടാനും കാരണമാകും. എന്നാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയോ? നമ്മുടെ ശാരീരിക അധ്വാനം ഗണ്യമായി കുറയുകയും ജീവിതശൈലി പൂർണ്ണമായും ഒരു കസേരയിലോ മുറിയിലോ ഒതുങ്ങുകയും ചെയ്തു. ഇന്ന് മലയാളികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കും ഹൃദ്രോഗങ്ങൾക്കും പ്രധാന കാരണം വെളിച്ചെണ്ണയല്ല, മറിച്ച് വ്യായാമമില്ലായ്മയും അമിതമായ അന്നജത്തിന്റെ ഉപയോഗവുമാണ്. മറ്റെണ്ണകളെപ്പോലെ വെളിച്ചെണ്ണയിലും ഉയർന്ന കലോറി അടങ്ങിയിട്ടുണ്ട്. യാതൊരു വ്യായാമവുമില്ലാത്ത ഒരാൾ അമിതമായി വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അത് കലോറി വർദ്ധിപ്പിക്കാനും ശരീരഭാരം കൂടാനും കാരണമാകും. ചുരുക്കത്തിൽ, വെളിച്ചെണ്ണയല്ല വില്ലനായത്, നമ്മുടെ ജീവിതശൈലിയാണ്. വെളിച്ചെണ്ണ ഒരു വിഷവുമല്ല, അതൊരു അത്ഭുത മരുന്നുമല്ല. ആരോഗ്യകരമായി വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പഴയ കാലത്തെ ചില ശീലങ്ങൾ നാം തിരികെ കൊണ്ടുവരണം. ദിവസവും 1-2 ടേബിൾ സ്പൂൺ എന്ന മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക. ഒപ്പം ചിട്ടയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണക്രമവും നിലനിർത്തുക.